ഹലോ, ഇന്ന് ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കല്ല് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് മാവ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അരിയാണ്. അരിയുടെ കൂടെ ഉഴുന്നും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് കൂടി ആവശ്യമാണ്. അരച്ചെടുക്കാം. ദോശയുടെ മാവ് അരച്ച് എടുത്ത് 8 മണിക്കൂറിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. മാവ് ഒരുവിധം പുളിച്ചും വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ദോശ തയ്യാറാക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാവിലേക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. ഉപ്പെല്ലാം നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കാം. ദോശക്കല്ല് ഇവിടെ ചൂടാണ്. എണ്ണ തടവി കൊടുക്കാം. നല്ലെണ്ണയാണ് തടവിയിരിക്കുന്നത്. ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ദോശമാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് നെയ്യും ബട്ടറും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ വെന്ത് വരട്ടെ. 2 വശവും നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ കല്ല് ദോശ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എടുക്കാം. സ്വാദിഷ്ടമായ കല്ല് ദോശ ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിക്കൻ കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ തന്നെ അല്ലാതെ പ്ലെയിൻ ആയിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.